വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രീതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിക്കുന്ന ഭാമ കുറച്ചു നേരം റൂമിൽ ഇരുന്ന ശേഷം പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് രാഘവേട്ടാന്നും പറഞ്ഞ് രാഘവൻ നായരുടെ തോളി പിടിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങ് കരയുകയാണ്. അന്നേരം പോയവരൊക്കെ പോട്ടെ ഭാമയെന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. പെട്ടെന്ന് സത്യഭാമയ്ക്ക് അങ്ങ് നെഞ്ചുവേദന വരികയാണ്. നെഞ്ചുവേദന വന്നങ്ങ് വീഴാൻ പോകുമ്പോൾ പൊന്നിയും സുസ്മിതയും ചേർന്ന് സത്യഭാമയെ പിടിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്ന വിഷ്ണുവും ശാലിനിയും കൂടി ഓടി വരുന്നുണ്ട്. തുടർന്ന് അമ്മയെന്നും പറഞ്ഞ് ശാലിനി ചെന്ന് പിടിക്കും. ശാലിനിയുടെ തോളിലേക്ക് അങ്ങ് വീഴുകയാണ് ഭാമ. തുടർന്ന് അവർ വേറെ സ്ഥലത്തേക്ക് ഇരുത്തുന്നുണ്ട്. അന്നേരം ബോധം പോയി എന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് ഡോക്ടറെ വിളിക്കാനായിട്ട് ശാലിനി വിഷ്ണുവിനോട് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ആകെ വെപ്രാളപ്പെട്ട് ഡോക്ടറെ വിളിക്കുന്നുണ്ട്. ഇതേ സമയം ആകെ പേടിക്കുകയാണ് രാഘവൻ നായർ. ഭാമയെന്നൊക്കെ തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ സത്യഭാമയ്ക്ക് ബോധം വരുന്നില്ല. തുടർന്ന് കാണിക്കുന്നത് അർജുൻ്റെ വീടാണ്. അവിടെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അർജുൻ. ഈ സമയത്ത് വസുമതിയും ചിത്രയും ഒക്കെ കൂടെയുണ്ട്. അന്നേരം ചിത്ര വസുമതിയോട് ചോദിക്കുന്നുണ്ട്, അവരുടെ കരണക്കുറ്റിക്ക് നോക്കി ഒന്ന് കൊടുത്തിട്ട് അമ്മയ്ക്ക് വന്നുകൂടായിരുന്നോ എന്ന്. അന്നേരം അർജുൻ ദേഷ്യപ്പെടുകയാണ്. ഹൃദയം തകർന്നിരിക്കുകയാണ് ഞാനിപ്പോൾ, അതിൻ്റെ കൂടെ നീ എൻ്റെ മേലെ പെട്രോൾ ഒഴിച്ച് കത്തിക്കരുതെന്നൊക്കെ പറഞ്ഞ്. അന്നേരം ചിത്ര പറയുകയാണ്, സ്വന്തം കുഞ്ഞാണ് നഷ്ടപ്പെട്ടതെന്ന് പോലും ഏട്ടന് ബോധ്യമില്ലേ? ഇപ്പോഴും ഏട്ടൻ അവരുടെ കൂടെ തന്നെയാണല്ലോ. ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടതും ഏട്ടൻ്റെ കൈകൊണ്ടാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആ സത്യഭാമയല്ലേ? സത്യഭാമയ്ക്കാണെങ്കിൽ ഏട്ടനെ ഇഷ്ടമല്ല. എപ്പോഴും മകള് അവരുടെ കൂടെ വേണം. ഏട്ടൻ്റെ കുഞ്ഞിനെയും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ആ ബന്ധം വേണ്ട. ഇനി പ്രീതി ഇതിനകത്തേക്ക് പോലും കയറ്റരുത് എന്ന് ചിത്ര വസുമതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മൗനമായിട്ട് വസുമതി ഇതൊക്കെ അങ്ങ് സമ്മതിച്ചിരിക്കുകയാണ്. അന്നേരം ദേഷ്യത്തോടെ അങ്ങ് ഇരിക്കുകയാണ് അർജുൻ. അവളെ ഇനി എന്തായാലും ഇതിനകത്തേക്ക് കയറ്റാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അർജുനേട്ടന് വേണമെങ്കിൽ നമുക്ക് വേറൊരു കല്യാണം ആലോചിക്കാം എന്ന് ചിത്ര പറയുകയാണ്. അന്നേരം ചിത്രയെ നീയാണോ അതൊക്കെ തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞ് അർജുൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം തീരുമാനിക്കേണ്ടത് ഞാനല്ല, അമ്മയാണ്. പക്ഷെ അമ്മയുടെ മനസ്സറിഞ്ഞ് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി എന്തായാലും അവളെ ഇങ്ങോട്ടത്തേക്ക് കയറ്റില്ല എന്ന് ചിത്ര തറപ്പിച്ചു പറയുകയാണ്. ഈ സമയത്താണ് പ്രീതി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നു വരുന്നത്. പ്രീതിയെ കണ്ടുടനെ പ്രീതിന്ന് സ്നേഹത്തോടെ അർജുൻ വിളിക്കുന്നുണ്ട്. അന്നേരം എന്ത് ധൈര്യത്തിലാടി നീ ഇങ്ങോട്ട് കയറി വന്നത്? ഇറങ്ങടി ഈ വീട്ടിൽ നിന്നും എന്ന് പറഞ്ഞ് പ്രീതിയുടെ നേർക്കടുക്കുകയാണ് ചിത്ര. അന്നേരം അത് കണ്ട് ദേഷ്യപ്പെട്ട് വസുമതി ചാടി എഴുന്നേറ്റ് പറയുകയാണ്, ചിത്ര നീ എങ്ങോട്ട് മാറി നിൽക്കുന്ന. എന്നിട്ട് പ്രീതിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. അന്നേരം എനിക്ക് പോകാൻ വേറൊരിടം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നിന്ന് എന്നെ ഇറക്കി വിട്ടാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകില്ല. അത് എൻ്റെ വീടല്ല. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് മരണത്തിലേക്കായിരിക്കും. ഞാൻ മരിച്ച് കളയുമെന്ന് പ്രീതി പറയുന്നുണ്ട്. അപ്പോൾ സത്യഭാമയുമായിട്ട് നിനക്കിനി യാതൊരു ബന്ധവും ഇല്ലേ എന്ന് വസുമതി ചോദിക്കുന്നുണ്ട്. അതെ, അവരിന് എനിക്ക് ആരുമല്ല. എവിടെയോ വെച്ച് കണ്ട ഒരു പരിചയം പോലും എനിക്ക് അവരോടില്ല. ആ വീട്ടിലെ ആരുമായിട്ടും ഇനി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പ്രീതി പറയുകയാണ്. അന്നേരം പ്രീതി എന്ന് ഉറക്കെ വിളിക്കുകയാണ് അർജുൻ. അന്നേരം വസുമതി അർജുനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ തമ്മിലാണ് സംസാരം, അവിടെ വേറെ ആരും ഇടപെടണ്ടെന്ന്. അന്നേരം പ്രീതിയുടെ ആ ഭാവവും ആ സംസാരവും ഒക്കെ കണ്ടിട്ട് എന്തോ മനസ്സിൽ കണക്ക് കൂട്ടി വസുമതി അർജുനോട് പറയുകയാണ്, അർജുൻ നീ ഇവളെയും വിളിച്ചുകൊണ്ട് അകത്ത് പോന്ന്. നേരം ഇതൊന്നും ചിത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് പ്രീതിയെയും കൂട്ടി അർജുൻ അങ്ങ് റൂമിലേക്ക് പോവുകയാണ്. തുടർന്ന് ചിത്ര ചോദിക്കുകയാണ്, അവൾ കുറേ പഞ്ച് ഡയലോഗ് പറഞ്ഞെന്നും പറഞ്ഞ് അമ്മയ്ക്ക് എന്താ ഭ്രാന്താണോ അവളെ വീണ്ടും സ്വീകരിക്കാനായിട്ടെന്ന്. അന്നേരം അതൊരു ഉറച്ച മനസ്സിൽ നിന്നുള്ള തീരുമാനമാണ്. എന്തായാലും ഇനി വസുമതിയുടെ മരുമകൾ പ്രീതി തന്നെയാണ് എന്ന് വസുമതി ഉറപ്പിച്ചു പറയുകയാണ്. അന്നേരം ചിത്ര പറയുന്നുണ്ട്, വേണ്ടമ്മേ, അമ്മക്ക് അർജുനേട്ടനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കാമെന്ന് എന്ന്. അന്നേരം തല പോയാലും അവൻ ഇനി വേറൊരു കല്യാണത്തിന് സമ്മതിക്കില്ല. അവൻ്റെ ഭാര്യ പ്രീതി തന്നെയായിരിക്കും. ഇനിയിപ്പോൾ സത്യഭാമയ്ക്ക് നേരെയുള്ള വജ്രായുധം അവളുടെ മകൾ തന്നെയാണ്. പ്രസവിച്ച് വളർത്തിയ മകൾ തന്നെ അവർക്കെതിരെ തിരിഞ്ഞാലായിട്ട് അവർ ഹൃദയം പൊട്ടി മരിക്കും. ഇനിയിപ്പോൾ വസുമതി പണം നോക്കുന്നില്ല, ആളെറിഞ്ഞ് കളിക്കാൻ തന്നെയാണ് പോകുന്നത്. സത്യഭാമയുടെ നാശം തന്നെയാണ് ഈ വസുമതിയുടെ മുന്നിൽ എന്ന് പറഞ്ഞിട്ട് പ്രീതിയെ മുൻനിർത്തി ഇനി സത്യഭാമയ്ക്കെതിരെ കളിക്കാനായിട്ടാണ് വസുമതിയുടെ അടുത്ത പ്ലാൻ. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ ശാന്ത സത്യഭാമയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളും പ്രീതി സത്യഭാമയ്ക്കെതിരെ പറഞ്ഞതുമൊക്കെ ശാരദാമ്മയോടും ശ്യാമയോടും പറയുകയാണ്. അന്നേരം ആ കുട്ടിക്ക് എങ്ങനെ മനസ്സ് തോന്നിയെന്നൊക്കെ അവളെ പറഞ്ഞു മാറ്റണം എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം അബോർഷനായത് സത്യഭാമ കാരണമാണ് എന്നാണ് അവൾ വിശ്വസിക്കുന്നത്. അതിനാലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാജീവ് ശാരിയെയും കൂട്ടി അവിടേക്ക് വരുന്നത്.
തുടർന്ന് ശാരദാമ്മയെ കണ്ട ഉടനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ശാരിക. എന്നിട്ട് അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ തിരക്കുന്നുണ്ട്. അന്നേരം അമ്മയ്ക്ക് നിങ്ങളെ കണ്ടപ്പോഴേ സന്തോഷമായി എന്ന് ശാരദാമ്മ പറയുകയാണ്. തുടർന്ന് രാജീവ് പറയുന്നുണ്ട് അമ്മയുടെ അടുത്തേക്ക് വിട്ടില്ല എന്നും പറഞ്ഞ് ഒരാൾ അവിടെ കിടന്ന് വലിയ ബഹളമായിരുന്നെന്ന്. അന്നേരം രാജീവിനെ ഒന്ന് നോക്കിയിട്ട് ശാരദാമ്മ പറയുന്നുണ്ട് അവിടെയുള്ളവരെയും കുറ്റം പറയാൻ പറ്റില്ല, പ്രായമായിരിക്കുകയല്ലേ, പിന്നെ അസുഖങ്ങളും ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ മരുമകൾ മാത്രമല്ലേ ഉള്ളൂ അവർക്ക് താങ്ങ് എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മിയെ അമ്മാവൻ്റെയും പക്ഷം ചേർന്നൊക്കെ ശാരദാമ്മ സംസാരിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങളോർത്ത് ശാരദാമ്മ വിഷമിക്കണ്ട, ശാരിക വരുന്നതിന് മുമ്പ് അവിടെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ, അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് രാജീവ് പറയുന്നുണ്ട്. അന്നേരം അവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണോ വന്നതെന്ന് ശാരദാമ്മ രാജീവിനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം അവരുടെ സമ്മതം എന്തിനാണ്, ഞാനല്ലേ ശാരികയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് രാജീവ് പറയുകയാണ്. എന്നാലും അമ്മയുടെ ഹൃദയം വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മക്കൾ വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് അവരെങ്ങ് അകത്തേക്ക് ക്ഷണിക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയെ വീട്ടിൽ ഡോക്ടർ എത്തി പരിശോധിക്കുകയാണ്. ഡ്രിപ്പും ഇഞ്ചക്ഷനും ഒക്കെ ഡോക്ടർ കൊടുക്കുന്നുണ്ട്. ഇതേസമയം പുറത്ത് ആകെ ടെൻഷനിലാണ് എല്ലാവരും, വിഷ്ണുവും രാഘവൻ നായരും ഒക്കെ. അന്നേരം ശാലിനി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ സത്യാമ്മയ്ക്ക് ഒരാപത്തും വരുത്തരുതെന്ന്. എന്നാൽ സുസ്മിത മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് ഈശ്വര എൻ്റെയും വിഷ്ണുവേട്ടൻ്റെയും വിവാഹം കഴിയുന്നത് വരെ ആ വൃത്തികെട്ട തള്ളയ്ക്ക് ഒന്നും സംഭവിക്കരുതേ, ഈ വീട്ടിൽ എനിക്ക് ആകെയുള്ള ഒരു പിടിവള്ളിയാണ് ആ ബുദ്ധികെട്ട സ്ത്രീ എന്നൊക്കെ സുസ്മിത മനസ്സിലങ്ങ് കരുതുകയാണ്. ഇതേസമയം സത്യഭാമ അബോധാവസ്ഥയിലും പ്രീതി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. ഇത് ഡോക്ടർ ശ്രദ്ധിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് ഡോക്ടർ പുറത്തേക്ക് എത്തിയിട്ട് അപ്പോൾ എല്ലാവരും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സ്ട്രോക്കാണ്, പക്ഷേ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അബോധാവസ്ഥയിലും സത്യമ്മ പ്രീതിയുടെ പേരാണ് പറയുന്നത്. ആ കുട്ടിയെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഉത്തരം ആരും പറയാതെ എല്ലാവരും അങ്ങ് തല കുനിക്കുകയാണ്. തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ അതോ ഇവിടെ കിടത്തിയാൽ മതിയോ എന്ന്. നേരം തുടർ ചികിത്സ ആവശ്യമാണ്, പക്ഷേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ പ്രീതിയെ ഇവിടെ എത്തിക്കാൻ നോക്കുമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. തുടർന്ന് പ്രീതിയെ ഇനി എങ്ങനെ കൊണ്ടുവരാനാണ് എന്ന് രാഘവൻ നായരങ്ങ് വിഷമിച്ചിരിക്കുമ്പോൾ അച്ഛാ ഞാൻ പ്രീതിയെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം സുസ്മിതയ്ക്ക് വീണ്ടും ദേഷ്യമാവുകയാണ്. ഇതിനിടയിലും ഇവളിനി ഹീറോയിൻ കളിക്കാൻ പോവുകയാണോ എന്ന് സുസ്മിത ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി പോകാനായിട്ട് പോകുമ്പോൾ വിഷ്ണു പറയുകയാണ് ശാലിനി ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൂടി വരാമെന്ന്. തുടർന്ന് സുസ്മിത പറയുകയാണ് എങ്കിൽ ഞാൻ കൂടി വരാമെന്ന്. അന്നേരം വിഷ്ണു ദേഷ്യപ്പെടുന്നുണ്ട്. അവിടേക്ക് ജാഥ നടത്താനല്ല പോകുന്നത്, പ്രീതിയെ കൂട്ടിക്കൊണ്ട് വരാനാണെന്ന്. എന്നിട്ട് ശാലിനിയെ വിളിച്ചിട്ട് ശാലിനി വാ നമുക്ക് പോകാം, തുടർന്ന് പോകാൻ നേരം പിള്ളച്ചേട്ടനോട് നോക്കിക്കൊള്ളണേ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവും ശാലിനിയും കൂടി ജീപ്പിൽ കയറി പോകുന്നത് നോക്കി നിന്നുകൊണ്ട് സുസ്മിത പറയുകയാണ് ഇവിടെ നിന്ന് ഇത്രയും ഡയലോഗ് അടിച്ചു പോയ അവള് തള്ള ചാകാൻ കിടക്കുന്നു എന്നറിഞ്ഞാൽ ഇനിയിപ്പോൾ വരുമോ, അല്ലെങ്കിൽ തന്നെ അവൾ വരാൻ തയ്യാറായാൽ വസുമതി വിടുമോ, വന്നാൽ എല്ലാവർക്കും കൊള്ളാം എന്നൊക്കെ ചിന്തിച്ച് സുസ്മിത സിറ്റ് ഔട്ടിൽ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് ആകെ ടെൻഷനോടുകൂടി വസുമതിയുടെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോവുകയാണ് വിഷ്ണു കൂടെ ശാലിനിയും. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.